ഡോക്ടർ ജി ഗോപകുമാർ, അതായത് ഈ കേരളത്തിലെ BJPയുടെ സാധ്യതയെക്കുറിച്ച് അങ്ങയോട് ചോദിക്കുന്നില്ല. മറുവശത്ത് തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള നരേന്ദ്രമോദിയുടെ പ്രചാരണ രീതികളെക്കുറിച്ചാണ്. അതായത് തമിഴ്നാട്ടിൽ മാത്രം അദ്ദേഹം കന്യാകുമാരിയിൽ വന്നതടക്കം 8 തവണ വന്നു. തിരുവനന്തപുരത്ത്, തൃശ്ശൂരിൽ, കോട്ടയത്ത്, പത്തനംതിട്ടയിലൊക്കെ ആവർത്തിച്ച് വരുന്നു. അങ്ങനെ ഒന്നും കിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന എതിരാളികൾ ആവർത്തിച്ചു പറയുന്ന ഇടങ്ങളിൽ പോലും വന്ന് മോദി ഉണ്ടാക്കിയ ഒരു മാറ്റമുണ്ടല്ലോ, അതല്ലേ ഈ 1 to 3 എന്ന് എല്ലാ എക്സിറ്റ് പോളുകളെ കൊണ്ടും പറയിപ്പിച്ചത്? പരമ്പരാഗതമായിട്ടുള്ള ബൈപോളാർ പൊളിറ്റിക്സിൽ നിന്ന് കേരള രാഷ്ട്രീയം കുറച്ച് മാറുന്നതിൻ്റെ ഒരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നാളെ കൊണ്ടുവരാൻ പോകുന്നത്. അത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും ഉള്ള സംസ്കാരത്തിലല്ല കേരള രാഷ്ട്രീയത്തെയും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയും കാണേണ്ടത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കേരളത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ, കേരളത്തിൽ വളരെ ശക്തമായ ന്യൂനപക്ഷ കൺസോളിഡേഷനുള്ള ഒരു പോപ്പുലേഷൻ ഉള്ളപ്പോൾ BJPക്ക് അവിടെ കടന്നു കയറാൻ പരമ്പരാഗതമായി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് കുറേശ്ശെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ പറയുന്ന പോലെ 27% ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ BJPക്ക് കഴിഞ്ഞ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്ത 15%-അപ്പുറം പോകും. ഒരു 18-19% അടുത്ത് വരെ പോൾ ശതമാനം വർദ്ധിക്കാനുള്ള സാധ്യതയും തൃശ്ശൂർ സീറ്റ് വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം എക്സിറ്റ് പോൾ പറയുന്നതിനപ്പാടെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അതൊരു ട്രെൻഡ് മാത്രമാണ് കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തിനകത്ത് ഈ 2 വലിയ മുന്നണികൾക്കിടയിൽ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് 40%-നടുത്ത് വോട്ടിംഗ് ശതമാനം ഈ 2 മുന്നണികളും ഏതാണ്ട് അടുത്തടുത്ത് പരമ്പരാഗതമായി പിടിക്കുമ്പോൾ. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, BJPക്ക് കോൺഗ്രസ്സുകാരുടെ വോട്ട് വന്ന് BJPയെ സഹായിക്കുകയാണോ, ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വന്ന് BJPയെ സഹായിക്കുകയാണോ എന്ന് പറയുന്നതിനോടൊപ്പം അതിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യാസത്തിൽ പുതിയ തലമുറയിൽ നിന്ന് BJPക്ക് പിന്തുണ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ BJP 80-ലാണ് ജനിച്ചത്. അന്ന് 1.5% കേരളത്തിൽ കിട്ടിയത്. 82-ൽ അസംബ്ലി ഇലക്ഷനിൽ അത് 2%, 2.5%. ഈ കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് പടിപ്പടിയായിട്ട് ഉയർന്ന് 87-ൽ 6.5%. അപ്പോൾ ഈ വളർച്ച വന്ന് അതിൻ്റെ പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് എന്നും അസംബ്ലി തിരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പീക്കിലേക്ക് വരാനുള്ള സാഹചര്യം നരേന്ദ്രമോദിയുടെ യാത്രയും ഇവിടെ നടത്തിയ പ്രസ്താവനകളും പ്രസംഗങ്ങളും അതോടൊപ്പം നിർത്തിയ സ്ഥാനാർത്ഥികളുടെ മികവിലും അതിലൊരു വ്യത്യാസം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആ യുവനിരയുടെ അതിൻ്റെ ഒരു ചോദ്യമാണ് നേരത്തെ ഡോക്ടർ ജയരാജനോട് ഞാൻ ചോദിച്ചത്.